തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. മനുഷ്യന് നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കുവാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച DFO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടല്ല, അഴിമതിക്ക് വേണ്ടി മാത്രമാണ്. ഇത്തരം പദ്ധതികളിലെ അഴിമതി അന്വേഷിച്ച് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും റസാഖ് പാലേരി പറഞ്ഞു. ആനേനെ പേടിച്ചിട്ട് വനമേഖലയിലെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ഭയത്തിലാണ് തന്റെ കസേര തെറിച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് വനം വകുപ്പ് മന്ത്രി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പരുടെ ആസ്ഥാനം അങ്ങ് മുംബൈയിലാണ്, NCPയുടെ കേന്ദ്രമാണെന്ന് നിങ്ങൾക്ക് അറിയല്ലോ. വടക്കിഴക്ക് മൂപ്പര് ബോംബെയിലേക്കാ പോവാ. അതുകൊണ്ട് കേരളത്തിലെ വനമേഖലയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച്, ആ മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന, വനത്തിനു സമീപം താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളോ കാട്ടാന ഇറങ്ങുന്നതോ പുലിയിറങ്ങുന്നതോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു മന്ത്രിയെ തൽസ്ഥാനത്ത് നിശ്ചയിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം മൂപ്പർക്ക് ആനേനെക്കാളും പേടി സ്വന്തം പാർട്ടിയിലെ ആളുകളെയാണ് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ് അനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 5 വർഷം 500ഓളം പേരെയാണ് കാട്ടാനയും കടുവയുമൊക്കെയായി ചവിട്ടിക്കൊന്നത്, വളരെ ക്രൂരമായി ആക്രമിച്ചു കൊന്നത് എന്ന് നമുക്കറിയാം. അതിനേക്കാൾ മാരകമായ പരിക്കേറ്റ് 100 കണക്കിന് ആളുകളാണ് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 40,000-ലധികം ആക്രമണങ്ങളിലൂടെ നിരവധി ആളുകൾ ഇങ്ങനെ വീടുകളിലും പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടിയില്ല. ഇവിടെ പദ്ധതികളും പരിഹാരങ്ങളും ഉണ്ട്. അത് നടപ്പിലാക്കുന്നതിന് പകരം വിഷയത്തെ മറ്റു വൈകാരികതകളിലേക്ക് കൊണ്ടുപോയിട്ട് ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നതെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാനും ഈ നാട് ഒരുമിച്ച് രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ, സുഭദ്ര വണ്ടൂർ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു പരമേശ്വരൻ, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി അമീർ ഷാ, ദാമോദരൻ പനക്കൽ, മജീദ് ചാലിയാർ, മൊയ്തീൻ അൻസാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ലത്തീഫ് ഓദായി, സവാദ് മൂലപ്പാടം, സൈദ അലി വലമ്പൂർ, ബുഷ്ര അരീക്കോട്, മജീദ് വണ്ടൂർ, ഹമീദ് എടക്കര, CM അബ്ദുൽ അസീസ, നസീറ PP, KC അഹമ്മദ് കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, നിലമ്പൂർ.